എല്ലാവർക്കും നമസ്കാരം. എന്താണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്? നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് ഇതുപോലെയുള്ള ലേണിംഗ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പോലെ തന്നെ നമ്മൾ ലേൺ ചെയ്യുകയാണ്. നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നും. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫെയിലിയർ ആയിട്ടുള്ള അവസ്ഥകളിൽ നിന്നും നമ്മൾ ലേൺ ചെയ്യുന്നു. ഇനിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പരാജയം തന്നെയാണ് എൻ്റെ അവസ്ഥ എന്ന് നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അവസ്ഥകളിൽ പലരും ഇതിനെ ഓവർകം ചെയ്യാറുണ്ട്. ഒത്തിരി പേര് ആ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറയാം. ഇപ്പോൾ ഒരുപാട് PSC ഉദ്യോഗാർത്ഥികളെ നമ്മൾ കാണാറില്ലേ. അവരുടെ ഒരു അനുഭവത്തിൽ അവർ ഒരുപാട് എക്സാമുകൾ എഴുതി, അവരുടെ ക്വാളിഫിക്കേഷനും താഴെയുള്ള ഒത്തിരി എക്സാമുകൾ എഴുതുകയും അതിൽ നിന്നെല്ലാം ഫെയിൽ ആവുകയും ചെയ്യുന്നതോടുകൂടി അവർക്ക് വളരെ അറിവും പ്രാവീണ്യവും ഉള്ള ഒരു എക്സാം വന്നാൽ, അവരുടെ മേഖലയിലുള്ള അവർ പഠിച്ച കാര്യത്തിലുള്ള ഒരു എക്സാം വന്നാൽ അവർക്ക് അതിനെ ഒരു കോൺഫിഡൻറ്റോടുകൂടി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ വളരെയധികം ഒരു ഹോപ്പ്ലെസ് ആയിട്ട് കഴിയുന്നൊരവസ്ഥയുണ്ട്. ഇതിനെ നമുക്ക് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയാം. ഇനി അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നല്ലപോലെ ഡയറ്റ് എടുത്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഒന്ന് തടി കുറയ്ക്കാൻ നോക്കും. ഇടയ്ക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നമായിരിക്കും, അല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാതെ വരികയും ഇടയ്ക്ക് വീണ്ടും ഈ ഡയറ്റ് എടുക്കുകയും നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇത് തുടരുകയും നിർത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. നമുക്ക് തടി കുറയ്ക്കാൻ ഞാൻ ഒരു എഫേർട്ടും എടുക്കാൻ പോകുന്നില്ല എന്നതിന് തടി കുറയ്ക്കാനുള്ള ഒരു ഉത്സാഹവും അയാൾക്ക് പിന്നീട് ഒരിക്കലും തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലെ. ഇതിനെയും നമുക്ക് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയാം. ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ, രണ്ടു പേരുള്ള വഴക്ക്, അല്ലെങ്കിൽ ഒരാള് എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ദേഹോപദ്രവം ചെയ്യുക, രണ്ടുപേരും പരസ്പരം അവരുടെ വീട്ടുകാരെ കുറിച്ച് കുറ്റപ്പെടുത്തുകയും കളിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക, ദേഹോപദ്രവം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളോ രണ്ടുപേരോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ബന്ധം അധികാലം മുന്നോട്ട് പോവില്ല. ഒന്നുകിൽ ഒരാൾ മാത്രമാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു പക്ഷേ അല്ലാത്ത സാഹചര്യത്തില് ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, മറ്റാള് സബ്മിസീവ് ആയിട്ട് എല്ലാം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ സബ്മിസീവ് ആവുന്ന ആള് ലേൺ ചെയ്യുകയാണ്, ഞാനിവിടെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ പ്രതികരിക്കും, അവർക്കറിയുന്ന രീതിയിലൊക്കെ അതിനെ ചെറുത്തു നിൽക്കാൻ നോക്കുമെങ്കിലും പിന്നെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് യാതൊരു ഗുണവുമില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്ന് കാണുമ്പോൾ അയാൾ പതുക്കെ ലേൺ ചെയ്യും, ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല, ഞാൻ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. പക്ഷേ കൂടെ ഇയാളുടെ ഈ സബ്മിസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ അവർക്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും. ഒന്ന്, അവര് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും പുറത്ത് കാണിക്കുക. തനിക്ക് ഓപ്പോസിറ്റുള്ള ആള് പറഞ്ഞത് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും അവര് മറ്റുള്ളവരുടെ നിർബന്ധത്താലോ അല്ലെങ്കിൽ തനിക്ക് ഈ ഒരു ബന്ധം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്നൊരു ബോധ്യത്താലൊക്കെ അവര് ആ കാര്യം ചെയ്യാൻ നിർബന്ധിതരാവുകയും അവര് അനുസരണയുള്ള ഒരാളായി പുറമേക്ക് കാണിക്കുകയും ചെയ്യും. സഹിക്കുക, ക്ഷമിക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളില് വളരെയധികം വേദനിക്കുകയും നിരാശ അനുഭവപ്പെടുകയും ഒരു പ്രതികാര ബുദ്ധി തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തില് കാര്യങ്ങൾ പോകുമ്പോൾ അവരുടെ ഉള്ളില് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അവർക്ക് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം വരികയാണെങ്കിൽ, തന്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവരുടെ ഈഗോ കാരണം അവർ ആരോടും തന്നെ പറയില്ല. അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ച ആൾക്കാർ എന്നൊരു ലെവലിലൊക്കെ അവർ ഈ പ്രശ്നങ്ങൾ ആരോടും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരേ സമയം രണ്ട് രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിൽ ഇവരില് സെൽഫ് എസ്റ്റീം കുറയും, സെൽഫ് ലവ് കുറയും, ഇവരുടെ സെൽഫ് റെസ്പെക്ട് കുറയും, എപ്പോഴും ഡൗട്ടായിരിക്കും, ഒരു തീരുമാനം ഉണ്ടാവില്ല,
അവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു മനക്കരുത്തുണ്ടാവില്ല. എപ്പോഴും അവർക്കൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ഫിനാൻസ് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക എന്ന് പറയുമ്പോൾ, നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മളെപ്പോഴും വഴക്കാണ്, പ്രശ്നങ്ങളാണ്, ഓക്കെ. പക്ഷെ അതല്ല, നമ്മുടെ മറ്റാരുടെയെങ്കിലുമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ ഹേർട്ട് ആവുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ അവിടെ ഓവറായിട്ട് ദേഷ്യം കാണിക്കുകയോ സങ്കടം കാണിക്കുകയോ ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റായി പോയി, ചെയ്തത് വേണ്ടായിരുന്നു ഇങ്ങനെയുള്ള സെൽഫ് ഡൗട്ടുകളാണ് ഇവരിൽ ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുക. ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്കിനി എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്ക് ബോധ്യം വേണം. നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പതിയെ വിവരങ്ങൾ ശേഖരിച്ച് പടിപടിയായി ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെ സന്തോഷിപ്പിക്കുന്നതും ആത്മാഭിമാനം ഉയർത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആരുടെയും തന്നെ സമ്മതത്തിന്റെ ആവശ്യമില്ല എന്ന് ഓർമ്മയുണ്ടായിരിക്കണം. സ്വന്തമായിട്ട് വരുമാനം നേടാനും നമ്മളെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സമയം ചിലവഴിക്കാനും ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ സ്വന്തത്തെ സ്നേഹിക്കുകയും ഈ നെഗറ്റീവ് ടോക്കുകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ വിധി എന്നെ സമ്മതിക്കില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നിങ്ങനെയുള്ള ടോക്കുകളൊക്കെ നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. അവസാനം ഒരു കാര്യം കൂടി പറയാം. ഓരോ വ്യക്തിയുടെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ലൈഫിനെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനും നല്ല തെറാപ്പികളിലൂടെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നത് ഒരു മെന്റൽ ഡിസോർഡർ ആണോ എന്ന ചോദ്യത്തിന് നമുക്ക് അല്ല എന്നാണ് ഉത്തരം. പക്ഷേ ഇത് പല മാനസിക രോഗങ്ങൾക്കും, ഡിപ്രഷൻ, ആൻസൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള അവസ്ഥകളിലേക്ക് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഉള്ള ഒരാളിൽ എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള അവസ്ഥ ചിലരിൽ മാത്രം കണ്ടുവരുന്നത് എന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്കതിന് ഇങ്ങനെ ഉത്തരം പറയാം. ഓരോരുത്തരും ഓരോ കാര്യങ്ങളെയും കാണുന്നതും അല്ലെങ്കിൽ അവരതിനെ മനസ്സിലാക്കുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ഉള്ള രീതികളെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് മോളെ, നിങ്ങളുടെ അച്ഛന് ഇതിനേക്കാളും അപ്പുറമായിരുന്നു, ഞാൻ എന്തൊക്കെ സഹിച്ചു, എന്നിട്ടല്ലേ ഇതുവരെ നിങ്ങളൊക്കെ എത്തിയത്, അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്, ഇതൊക്കെ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇനി പൊതുവെ വരുന്ന ഒരു സംശയമാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഡിവോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടരണോ, ഇയാൾക്ക് വലിയ മാറ്റം ഉണ്ടാവോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങളുടേത് മാത്രമാണ്. അതല്ലാതെ ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ ഒന്നുമല്ല അതിന്റെ ഉത്തരവാദിത്വം, അത് നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുക എന്നത് ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട ക്വാളിറ്റികൾ ഒന്നാണ്, അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന് അത്തരം ക്വാളിറ്റികൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു ക്ലയന്റിനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. താങ്ക് യു.